മധ്യപ്രദേശിലെ ധാർ ജില്ലയിലുള്ള ചരിത്രപ്രസിദ്ധമായ ഭോജ്ശാല സമുച്ചയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ നിർണായക വിധിയുമായി മധ്യപ്രദേശ് ഹൈക്കോടതി. ഭോജ്ശാല സമുച്ചയം വാഗ്ദേവിയായ സരസ്വതിയുടെ ക്ഷേത്രമാണെന്ന് കോടതി വിലയിരുത്തി. നമാസ് നടത്താൻ മുസ്ലിം വിഭാഗത്തിന് അനുമതി നൽകിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് കോടതി റദ്ദാക്കി. ഹൈന്ദവ സമൂഹം വർഷങ്ങളായി നടത്തിയ നിയമ പോരാട്ടമാണ് വിജയം കണ്ടത്. ശതാബ്ദങ്ങളായി തുടരുന്ന നിയമ പോരാട്ടത്തിനാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ച് ഇന്ന് വിധി പറഞ്ഞത്. രാജാ ഭോജൻ നിർമ്മിച്ച ഭോജ്ശാല ഒരു പുരാതന സംസ്കൃത പഠന കേന്ദ്രവും സരസ്വതി ക്ഷേത്രവുമാണെന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നുണ്ടെന്ന് ജസ്റ്റിസുമാരായ വിജയ് കുമാർ ശുക്ല, അലോക് അവസ്ഥി എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. ഹിന്ദു ഫ്രണ്ട്സ് ഫോർ ജസ്റ്റിസ് നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. 2003 ഏപ്രിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച ഉത്തരവാണ് കോടതി ഇന്ന് റദ്ദാക്കിയത്. ചൊവ്വാഴ്ചകളിൽ ഹിന്ദുക്കൾക്ക് പൂജയും വെള്ളിയാഴ്ചകളിൽ മുസ്ലിങ്ങൾക്ക് നമാസിനും അനുമതി നൽകിക്കൊണ്ടായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ്. എന്നാൽ ഒരു മതവിഭാഗത്തിന് ആരാധനാവകാശം പരിമിതപ്പെടുത്തുന്നതും മറ്റൊരു വിഭാഗത്തിന് അനുമതി നൽകുന്നതും നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഭോജ്ശാലയുടെ ഭരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് തന്നെയായിരിക്കും. എന്നാൽ ആരാധനാവകാശം ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കും. മുസ്ലിം വിഭാഗത്തിന് മതപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പള്ളി നിർമ്മിക്കുന്നതിന് ധാർ ജില്ലയിൽ തന്നെ അനുയോജ്യമായ ഭൂമി അനുവദിക്കാൻ സർക്കാരിന് അപേക്ഷ നൽകാമെന്ന് കോടതി അറിയിച്ചു. ഇത്തരമൊരു അപേക്ഷ ലഭിച്ചാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. പുരാതന സ്മാരകങ്ങളും വിഗ്രഹങ്ങളും സംരക്ഷിക്കാൻ സർക്കാരിന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. പരമാര രാജവംശത്തിലെ പ്രശസ്തനായ രാജാ ഭോജനാണ് 11ാം നൂറ്റാണ്ടിൽ ഭോജ്ശാല നിർമ്മിച്ചത്. 13ാം നൂറ്റാണ്ട് മുതൽ ഡൽഹി സുൽത്താനേറ്റുകളുടെ ആക്രമണങ്ങൾ ആരംഭിച്ചതോടെ ഭോജ്ശാലയും ഭാഗികമായി തകർക്കപ്പെട്ടു. 15ാം നൂറ്റാണ്ടിൽ മഹ്മൂദ് ഷാ ഖിൽജി ഇതിന്റെ ഒരു ഭാഗം ഇസ്ലാമിക ആക്രമണകാരിയായ കമാൽ മൗലയുടെ പേരിൽ ഒരു പള്ളിയായി മാറ്റി. ക്ഷേത്രത്തിന്റെ പല തൂണുകളും ഭാഗങ്ങളും പള്ളിയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കപ്പെട്ടു. ജനം, ഡൽഹി.